ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന കൊപ്രകളിലൊക്കെ സൾഫർ ഇട്ടിട്ടാണ് അത് ഉണക്കുന്നതെന്നാണ് പറയുന്നത്. കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ സൾഫർ ഇടുന്നത്. നമ്മൾ ഒരു വട്ടം ഈ സാധനങ്ങൾ വാങ്ങിച്ച് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തോരം അഴുക്കുണ്ടെന്ന്. അത് കണ്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ മുളകോ മല്ലിയോ മഞ്ഞളോ കഴുകാതെ കഴുകി ഉണക്കി പൊടിക്കാണ്ട് യൂസ് ചെയ്യില്ല. കട്ട് ചെയ്തെടുത്തുള്ള കൊപ്ര ഇതിനകത്ത് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ നേരെ താഴോട്ട് വരും. അതിന്റെ പിണ്ണാക്കാണ് ഈ കാണുന്ന ബോക്സിലേക്ക് വന്ന് വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ABC പൗഡറാണ് ഉണ്ടാക്കുന്നത്. ABC പൗഡർ എന്ന് വെച്ചാൽ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. 6 ലെയർ ഓഫ് ഫിൽട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. മെഷീനിലിട്ട് ഉണക്കി എടുത്തിട്ടുള്ള ബീട്രൂട്ട് ആണിത്. അപ്പോൾ ചേച്ചി നമ്മൾ ഏകദേശം എത്ര മണിക്കൂർ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു? കൂടുതലും സ്പ്രോട്ടഡ് ആയിട്ടുള്ള രാഗി പൗഡറാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെളിച്ചെണ്ണകളിൽ കളർ വളരെ കൂടുതലായിരിക്കും. 2 കാരണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. തൃശ്ശൂരുകാരെ രശ്മി സ്വന്തം വീട്ടിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരുപാട് സാധനങ്ങൾ യാതൊരു മായവുമില്ലാതെ സാധാരണക്കാരിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സംരംഭമാണ് അന്നപൂർണ്ണ. അപ്പോൾ അതിനകത്ത് ചെന്ന് ഇവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തേങ്ങയാണ് ഈ പൊളിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ ഡ്രയറിലിട്ട് നല്ല രീതിയിൽ ഡ്രൈ ചെയ്തെടുക്കണം. 14 മണിക്കൂർ ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചിരട്ടയിൽ നിന്ന് ഈ ഒരു കൊപ്ര വേർവിട്ടെടുക്കും. വീണ്ടും ഒരു 14 മണിക്കൂറും കൂടെ ഡ്രൈ ചെയ്തിട്ടാണ് കൊപ്രയാക്കി മാറ്റുന്നത്. 28 മണിക്കൂർ നേരം ഡ്രൈ ചെയ്തിട്ടുള്ള കൊപ്രയാണത്. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ ഈ കട്ടിംഗ് മെഷീനിലേക്കാണ് ഇടാൻ പോകുന്നത്. ഉണക്കിയെടുത്തിട്ടുള്ള കൊപ്ര നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളിനി ആട്ടുന്ന മെഷീനിലേക്കാണ് കയറ്റുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കൊപ്ര ആട്ടിയെടുക്കുന്ന മെഷീനാണിത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞു മെഷീനാണ്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൊപ്ര കൊട്ടിക്കഴിഞ്ഞാൽ എണ്ണ നേരെ താഴേക്ക് വരും. അതിൻ്റെ പിണ്ണാക്കാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. വളരെയധികം സിമ്പിളായിട്ട് ആർക്കും ആട്ടിയെടുക്കാവുന്ന ഒരു മെഷീനാണിത്. വീട്ടിലൊരു ചെറിയ സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ നമ്മൾ വലിയ വലിയ എണ്ണ കമ്പനികളിലേക്കാണെങ്കിലും നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന മെഷീൻസ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴ്ത്തു കൊടുക്കാം. വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻസ് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ആട്ടിയ എണ്ണ നമ്മൾ കുറച്ച് സമയം അടച്ചു വെക്കും. അപ്പോൾ അതിൻ്റെ മട്ടെല്ലാം താഴത്തേക്ക് അടിയാറാണ് പതിവ്. പക്ഷേ ഇവിടെ നമുക്ക് ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു മെഷീൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ചെയ്തതിന് ശേഷം നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫിൽട്രേഷൻ നടക്കുന്നത് ഈ കാണുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കാണാൻ നമുക്ക് ഒരുപാട് ലെയറുകളുണ്ട്. ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ള ലെയേഴ്സാണ്. ആ ലെയേഴ്സിനകത്തൂടെ ഈ മറ്റുള്ള വെളിച്ചെണ്ണ കടന്നു പോകുമ്പോഴാണ് ഫിൽറ്റർ ചെയ്തിട്ടുള്ള എണ്ണ താഴത്തേക്ക് വരുന്നത്. ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷം ഈ ട്യൂബിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബോട്ടിൽ ഉപയോഗിച്ച് അതിനെങ്ങനെ പിടിച്ചെടുക്കും. ഇനി ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ലേബലിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ റെഡി. അന്നപൂർണ്ണ ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ കമ്പനിയുടെ ഓണർ രശ്മി ചേച്ചി നമ്മുടെ ഇവിടെ ഉണ്ട്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താണ് ഇവിടുത്തെ വെളിച്ചെണ്ണ പ്രത്യേകത? വെളിച്ചെണ്ണ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വെളിച്ചെണ്ണ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളെ വെള്ളം പോലെ എന്ന് വെച്ചാൽ ആ കളറിൽ നമുക്ക് ഏറ്റവും നല്ല കൊപ്ര ആട്ടി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കിട്ടും. നമ്മൾ 100% പ്യുവറായിട്ടുള്ള കൊപ്ര ആട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണ കിട്ടുള്ളൂ. നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെളിച്ചെണ്ണകളിൽ കളറ് വളരെ കൂടുതലായിരിക്കും. 2 കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്നെങ്കിൽ കൊപ്ര ഹൈ ഹീറ്റിൽ ചൂടാക്കിയിട്ടായിരിക്കും അവർ ഉണക്കുണ്ടാവുക. അങ്ങനെയുള്ള കൊപ്ര ഉണക്കുമ്പോഴാണ് ആ ഗോൾഡൻ കളറുള്ള വെളിച്ചെണ്ണ കിട്ടുന്നത്. അതൊരിക്കലും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. നമ്മളെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കോൾഡ് പ്രസ് എക്സ്പെല്ലറിൽ ആട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഹെൽത്തിന് ഒരിക്കലും ദോഷമായിട്ട് വരുന്ന വെളിച്ചെണ്ണയല്ല. അപ്പം നമ്മൾ നാളികേരം എടുത്ത് ഡ്രയറിൽ ഉണക്കി ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ്. 100% ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് തന്നെ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രമല്ല, ഇവിടെ മറ്റു ഒരുപാട് പ്രൊഡക്ട്സുകളും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് സംഭവങ്ങൾ? ഇത് നമുക്ക് മെയിനായിട്ട് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസിനാണ് നമ്മൾ ചെയ്യുന്നത്. ബനാന പൗഡർ ചെയ്യുന്നുണ്ട്, രാഗി പൗഡർ, സ്പ്രോട്ടഡ് രാഗി, ABC പൗഡർ, അങ്ങനെ കുറച്ച് ബേബി പ്രോഡക്ട്സാണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ABC പൗഡറാണ് ഉണ്ടാക്കുന്നത്. ABC പൗഡർ എന്ന് വെച്ചാൽ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. അതിൽ വേറെ ഷുഗറോ ജാഗരി പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത ബീട്രൂട്ട്. ഇത് നമ്മൾ മെഷീനിൽ ലോഡ് ചെയ്യാൻ പോവാണ്. ഈ 3 സാധനം കഴുകി ഉണക്കി പൊടിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുക. മെഷീനിലിട്ട് ഉണക്കി എടുത്തിട്ടുള്ള ബീട്രൂട്ടാണിത്. അപ്പോൾ ചേച്ചി നമ്മൾ ഏകദേശം എത്ര മണിക്കൂർ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു? ബീട്രൂട്ടും ക്യാരറ്റും ഏകദേശം ഒരു 8 മണിക്കൂറാണ് നമ്മൾ ഉണക്കിയിട്ടുള്ളത്. ആപ്പിളിന് ഇത്തിരി അതിൽ ഷുഗർ കണ്ടന്റും വാട്ടർ കണ്ടന്റും കൂടുതലാകാനും ഇത്തിരി കൂടുതൽ സമയം വേണം. ഒരു 10 മണിക്കൂറിൻ്റെ അടുത്ത് ആപ്പിൾ ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് ആയി. പൊടിച്ച് കഴിഞ്ഞിട്ട് പാക്കിംഗ് ആണ്. അപ്പോൾ ABC പൗഡർ റെഡി. യെസ്. നമ്മൾ ബേബി പ്രോഡക്ട്സ് മെയിനായിട്ട് പൊടിക്കുന്നത് ഈ പൾവറൈസർ വെച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സ്പ്രോട്ടഡ് രാഗിയാണ്. ഇത് നമ്മൾ രാഗി കഴുകിയിട്ട് 8 മണിക്കൂർ കുതിരാൻ വയ്ക്കും.
എന്നിട്ട് 2 ദിവസം അതിനെ പുറത്ത് വാര വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുഞ്ഞിയെ മുളകൾ വരുന്നത് കാണാം. അങ്ങനെ വന്നിട്ടുള്ള രാഗിനെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. രാഗി പൊടിക്കാനും നോർമൽ രാഗി പൊടിക്കാനും സ്പ്രോട്ടഡ് രാഗി പൊടിക്കാനും അതേപോലെ ബനാന നമ്മൾ ഉണക്കിയത് പൊടിക്കാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത സ്പ്രോട്ടഡ് രാഗി പൗഡറാണ്. ഇത് ഇനി ഡയറക്റ്റ് പാക്കിങ്ങിനാണ് പോകുന്നത്. അതോട് കൂടിയിട്ട് വർക്ക് കഴിഞ്ഞു. അതുകൂടാതെ തന്നെ നമുക്ക് വീടുകളിലേക്ക് ആവശ്യമുള്ള മുളക്, മല്ലി, മഞ്ഞൾ, അരിപ്പൊടി, ഗോതമ്പ് പൊടി, രാഗിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഞങ്ങൾ സാധനം വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിക്കുകയാണ്. അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ചെയ്യാൻ, മറ്റുള്ളവർക്ക് കഴുകി ഉണക്കി പൊടിച്ച സാധനങ്ങൾ കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് മില്ല് എന്നുള്ളൊരു കൺസെപ്റ്റ്. അതിൽ മുളകാണെങ്കിലും നമ്മൾ എടുത്ത് കഴുകി ഡ്രയറിലിട്ട് ഉണക്കുക ചെയ്യുന്നത്. ഡ്രയറിലിട്ട് ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഒരു വട്ടം ഈ സാധനങ്ങൾ വാങ്ങിച്ച് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തോരം അഴുക്കുണ്ടെന്ന്. അത് കണ്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ മുളകോ മല്ലിയോ മഞ്ഞളോ കഴുകി ഉണക്കി പൊടിക്കാണ്ട് യൂസ് ചെയ്യില്ല. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഔട്ട്ലെറ്റിൽ മുളകും മല്ലിയും മഞ്ഞളും അതേപോലെ ഗോതമ്പാണെങ്കിൽ എല്ലാതും കഴുകി ഉണക്കി പൊടിച്ചു കൊടുക്കുന്നതാണ്. അന്നപൂർണ്ണ കമ്പനിയിൽ വന്നു, ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ചേച്ചി, നമ്മൾ എത്ര ബ്രാൻഡുകളിലാണ് ഇത് കൊടുക്കുന്നത്? കുട്ടികളുടെ പ്രൊഡക്ട്സ് ലിൽസ് ഓർഗാനോ എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നിവേദ്യം എന്നുള്ള പേരിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. മാത്രമല്ല അന്നപൂർണ്ണ സൈറ്റിൽ കയറിയാലും നമുക്ക് ഈ സാധനം ഓർഡർ ചെയ്യാവുന്നതാണ്. ഗ്രീൻ മാംഗോ കസിൻസ് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലുള്ള അന്നപൂർണ്ണ കമ്പനിയിൽ വന്നു. ഇതുപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും അതുപോലെ ബേബി പ്രൊഡക്ട്സും മറ്റൊരുപാട് പ്രൊഡക്ട്സിൻ്റെ നിർമ്മാണമൊക്കെ കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ.